أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون. സത്യവിശ്വാസിയുടെ ലക്ഷണമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമസ്കാരത്തിൽ ഭക്തി കാണിക്കുക എന്നതാണ്. സർവജ്ഞനും സർവാധിപതിയുമായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് അവൻ്റെ എളിമ അടിമയായ താൻ നിൽക്കുന്നതെന്ന ബോധ്യത്തോടെ താഴ്മയും വിനയവും അർപ്പിച്ചുകൊണ്ട് ഭയഭക്തനായ നിലയിൽ നമസ്കാരം നിർവഹിക്കുക. രണ്ടാമതായി അള്ളാഹു പറയുന്നത് വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്നും അവൻ ഒഴിഞ്ഞു നിൽക്കുമെന്നാണ്. കാര്യമില്ലാത്തതും പ്രയോജനമില്ലാത്തതുമായ എല്ലാ സംഗതിയും വാക്കോ പ്രവൃത്തിയോ സംഭവമോ ഏതുമാകട്ടെ ഇത് ഉൾപ്പെടുന്നു. അതായത് വിജയികളായ സത്യവിശ്വാസികൾ നമസ്കാരത്തിൽ അല്ലാഹുവല്ലാതെ എല്ലാ വസ്തുക്കളിൽ നിന്നും നമസ്കാരത്തിന് പുറത്ത് വ്യർത്ഥമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുമെന്നാണ്. മൂന്നാമതായി അള്ളാഹു പറയുന്നത് സക്കാത്ത് എന്ന വിശുദ്ധ ധർമ്മം നിർവഹിക്കുമെന്നാണ്. നാലാമതായി അള്ളാഹു പറയുന്നത് ഗുഹ്യസ്ഥാനം സൂക്ഷിച്ചു വരുന്നവർ എന്നാണ്. അഞ്ചാമതും ആറാമതുമായി അള്ളാഹു പറയുന്ന ഗുണങ്ങൾ വിശ്വസ്തതകളെയും കരാറുകളെയും അവൻ പാലിക്കുമെന്നുള്ളതാണ്. മറ്റുള്ളവർ ഏൽപ്പിച്ചതോ സ്വയം ഏറ്റെടുത്തതോ സ്വയം ചെയ്യുമെന്ന് മറ്റുള്ളവരാൽ വിശ്വസിക്കപ്പെട്ടതോ ആയ കാര്യങ്ങളെല്ലാം അമാനത്ത് എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ മനുഷ്യൻ തമ്മിലുള്ളതും അള്ളാഹുവിനും മനുഷ്യനും ഇടയിലുള്ളതുമായ വിശ്വസ്തതയും ഇതിൽ അടങ്ങുന്നു. മറ്റുള്ളവരോട് ചെയ്യുന്ന വാഗ്ദാനങ്ങളും കരാറുകളുമെല്ലാം ഉടമ്പടി എന്ന വാക്കിലും ഉൾപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, കപട വിശ്വാസിയുടെ ലക്ഷണം മൂന്നാണ്. അവൻ സംസാരിക്കുമ്പോൾ കളവ് പറയും, വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കുന്നതാണ്, വിശ്വസിക്കപ്പെട്ടാൽ ചതിക്കുന്നതാണ്. ഇവ മൂന്നും പരസ്പര ബന്ധമുള്ള കാര്യങ്ങളാണല്ലോ. ഏഴാമത്തെ ഗുണമായി നമസ്കാരത്തിൻ്റെ കാര്യം ഒന്നുകൂടി എടുത്തു പറഞ്ഞിരിക്കുന്നു. അഥവാ അവൻ നമസ്കാരത്തെപ്പറ്റി സൂക്ഷിച്ചു വരുന്നവരാണെന്ന്. നമസ്കാരത്തിൽ ആചരിക്കേണ്ടുന്ന കാര്യങ്ങൾ സൂക്ഷ്മവും കൃത്യമായും പാലിക്കുകയാണെന്ന്. അതിൽ അനുഷ്ഠിക്കേണ്ടത് മര്യാദകൾ ഗൗനിക്കുക, കൃത്യസമയത്ത് ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുക.